എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ചെടി വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു നഴ്സറി പോയതാണ് കേട്ടോ. ആ നഴ്സറിയിൽ കുറച്ച് കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെന്നപ്പോൾ തന്നെ ഈ ആന്തൂറിയം പ്ലാന്റ്സൊക്കെ റൗണ്ടാക്കി നന്നായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്ലാന്റ്സിലും നന്നായി ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയോടുകൂടി തന്നെ ആ പ്ലാന്റ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പല കളറിലുള്ള ആന്തൂറിയം പ്ലാന്റ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തതായിട്ട് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ പ്ലാന്റ് ആണ്. ഇത് ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില വീടുകളിലൊക്കെ നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിലൊക്കെ വെച്ചേക്കണ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റും അവിടെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അടുത്തത് പിന്നെ ഈ ഫിലാഡെൻഡ്രോൺ വെറൈറ്റി ആണ്. അതിൻ്റെ തന്നെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ് കേട്ടോ അത്. ഇത് അത്യാവശ്യം പ്രൈസ് വരുന്ന ഒരു ചെടിയാണ്. അത്യാവശ്യം നന്നായി വെരിഗേറ്റഡ് ആയിട്ടുണ്ട് അത് ലീഫൊക്കെ. പിന്നെ ജെറബറ പ്ലാന്റ്സ് കുറച്ചുണ്ടായിരുന്നു അവിടെ, റെഡ് യെല്ലോ ഈ രണ്ട് വെറൈറ്റിയാണ് അവിടെ കണ്ടിരുന്നത്. പിന്നെ അടുത്തതായിട്ട് ജമന്തിയുടെ കുറച്ച് വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ജമന്തി പൂവൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഡയാന്തിസ് ആ പ്ലാന്റ് ഉണ്ടായിരുന്നു. കൂടുതലും എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് ജമന്തിയുടെയാണ് കേട്ടോ. അത് പല കളറിൽ അങ്ങനെ നിൽക്കണ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഭംഗി തോന്നും. അടുത്തത് പിന്നെ കലാത്തിയ വെറൈറ്റി ആണ്. കലാത്തിയ വെറൈറ്റി ഈ പ്ലാന്റൊക്കെ കൂട്ടത്തോടുകൂടി നിൽക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ അത്ര ഒരു ഇതായിട്ട് കിട്ടിയില്ലെങ്കിലും കലാത്തിയ ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഇത് കലാത്തിയയുടെ ബേബി പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. അടുത്തത് ഈ കാണുന്നത് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പാമാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ചെറിയ ടൈപ്പിലുള്ള പാമാണ്. ഇതങ്ങനെ അധികം വലുതാകില്ല, ചെറിയ കുഞ്ഞ പനച്ചെടിയാണത്. ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ നന്നായി, ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ നല്ല പാമാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ്, ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും അത്യാവശ്യം ഉള്ളതാണ്. പിന്നെ സീസി പ്ലാന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം ചെടികളുള്ള ഒരു നഴ്സറി തന്നെയായിരുന്നു കേട്ടോ അത്. ഇത് ചൈന ഡോളാണ്. ഇത് നല്ല ഇൻഡോർ പ്ലാന്റ് ആണ്. പലതരം കലാഡിയം വെറൈറ്റീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അടുത്തതായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിച്ചത് ഈ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, ശരിക്കും പാമ്പ് തോലുരിച്ച പോലത്തെ ലീഫ്. ശരിക്കും അങ്ങനെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു പോലെ തോന്നിയിട്ട് അതിൻ്റെ കളർ ഷെയ്ഡ്, ഡിഫറെൻറ്റ് കളർ ഷെയ്ഡായിട്ടുള്ള പ്ലാന്റ്സും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് വല്ലാത്തൊരു ഇതായിട്ട് തോന്നിയത്, ഒരു പ്രത്യേകത ആ പ്ലാന്റിനുണ്ടായിരുന്നു. പക്ഷേ ഈ ലീഫിനൊന്നും അത്രയ്ക്കും എനിക്കൊരു പ്രത്യേകത തോന്നിയില്ല. അത് ശരിക്കും പാമ്പൊക്കെ ഇങ്ങനെ തൊലിയുരിച്ച് കളയുമ്പോൾ ഉള്ളൊരു പ്രതീതി തോന്നിയിരുന്നു കേട്ടോ. ഒരു ഭീകരത പോലെ. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്കത് പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഭയങ്കര വലിയ പ്ലാന്റാണ് കേട്ടോ അത്. നല്ല വലിയ പ്ലാന്റായിരുന്നു ആ കണ്ടതൊക്കെ.
അടുത്തതായി കണ്ടത് കുറച്ച് സെക്കുലൻറ്റും കാറ്റക്സും ഒക്കെ വെറൈറ്റി ആണ് കേട്ടോ. അത് നല്ല ഭംഗിയിൽ തന്നെ മുൾച്ചെടികൾ നിൽക്കണുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാനൊക്കെ ആയിട്ട്. പല ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള മുൾച്ചെടികളാണ്, വള്ളി മുൾച്ചെടികളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.